ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തവ ചിക്കൻ പൊതിയാണ്. പിന്നെ ഇതിൽ ചോറ് ഞാൻ കാണിക്കുന്നില്ല, അതുകൂടി കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലോങ് ആയി പോകും. ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമുക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം പരട്ടിയെടുക്കാം. അങ്ങനെ ആ ചിക്കൻ ഇവിടെ നല്ലവണ്ണം പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ചിക്കന് അതിലേക്ക് വെച്ച് കൊടുക്കാം. അടിഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ മൊത്തം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചിക്കൻ പൊരിച്ച ഓയിലുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കളറ് ചെറുങ്ങനെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നേർങ്ങനെ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അങ്ങനെ ഉള്ളി നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി നേർങ്ങനെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ പൊരിക്കാനെടുത്ത മസാല ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിലെ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചിക്കൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തവ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു വാഴൻ്റെ ഇലയിൽ നമുക്ക് ആദ്യം നല്ല ചൂട് നെയ്ച്ചോറ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് തൈരും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞ് നൂലോട് കെട്ടി വെക്കാം. അങ്ങനെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടായിട്ടാകുമ്പം അതിൻ്റെ മേലെ വെച്ച് ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് ചൂടാവാൻ വെക്കാം. അങ്ങനെ തവ ചിക്കൻ പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കെട്ടഴിക്കാം.
അത് തുറക്കുമ്പം തന്നെ ഒരു സ്മെല്ല് വരാനുണ്ട് മക്കളെ, വേറെ ലെവലാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.